കല്യാണത്തിന് മുമ്പുള്ള അവിഹിതമൊക്കെ വളരെ നോർമലാണ്, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അതേപോലെ വിവാഹത്തിന് മുമ്പ് എത്ര ബോഡി കൊണ്ട് ഉണ്ടെങ്കിലും, ബോഡി കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ആളുകളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതിനെ പറ്റി പറയുന്ന ടെക്നിക്കൽ ടേമാണ്. കല്യാണത്തിന് മുമ്പ് ഒരാൾ വിർജിൻ ആയിരുന്നോ അല്ലയോ എന്നൊന്നും കല്യാണത്തിന് സമയത്ത് പരിഗണിക്കേണ്ടതില്ല. നമ്മളോ വിവാഹം കഴിക്കാൻ പോകുന്ന ആളോ അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. ഇതൊക്കെ വളരെ നോർമലാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരാളുടെ വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് റിയാക്ട് ചെയ്തിരുന്നു. എന്താണ് ഈ ആശയത്തിൻ്റെ ഇങ്ങനെ പറയുന്നതിൻ്റെ പ്രശ്നം? ഈ റിയാക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷമുള്ള റെസ്പോൺസുകൾ എന്ന് പറഞ്ഞാൽ വൻ കോമഡികളാണ്. അപ്പോൾ അതിൽ മുപ്പരിട്ടൊരു വീഡിയോൻ്റെ ഒരു ഭാഗം കേൾപ്പിച്ചുതരാം. ഞാൻ പറഞ്ഞു, മാന്യമായിട്ട് തന്നെ പറഞ്ഞു അത് റിമൂവ് ചെയ്യണമെന്ന്. അപ്പൊ അവരെന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഞാൻ ആദ്യം എന്റെ അക്കൗണ്ടിൽ നിന്ന് എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അതായത് ഞാൻ എന്റെ അഭിപ്രായം വെർജിനിറ്റിനെ കുറിച്ച് പറഞ്ഞ എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടേന്ന് ആലോചിക്കാന്ന്. അതായത് ഡിലീറ്റ് ചെയ്യുന്നല്ല പറഞ്ഞ, ഡിലീറ്റ് ചെയ്യണോ വേണ്ടേന്ന് ആലോചിക്കാന്ന്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ വാക്കുകളെ അവര് ഭയക്കുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ അത് വെച്ച് തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ എന്താണോ ഭയക്കുന്നത്, അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, എന്റെ വീഡിയോ കണ്ട് പിള്ളേർ ഇൻഫ്ലുവൻസ് ആവും പോലും. ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസ് ആവട്ടെ, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. നീർക്കോലി അടിച്ചാൽ അത്തായം മുടങ്ങുമല്ലോ. അപ്പോൾ ഭീഷണിയാണ്, വലിയ ഭീഷണിയാണ്. ഒരുപാട് കാര്യങ്ങൾ, അഥവാ നമ്മൾ കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതാണ് പ്രശ്നമായിട്ട് പറഞ്ഞത്. ഭയം എന്നാട്ടോ പറയുന്നത് പറഞ്ഞത്. ഇനി ആർക്കാണ് ഭയം എന്നുള്ളത് കാണിച്ചു തരാട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവില്ലേ, കുട്ടികളൊക്കെ മോശം രീതിയിലേക്ക് പോലെ എന്നുള്ള നമ്മുടെ കൺസേൺ. യെസ്, നമുക്ക് ആ കൺസേൺ ഉണ്ട്, ഒരു സംശയമല്ല. അപ്പോൾ ആ കൺസേണിനെതിരെ വെല്ലുവിളിക്കാണ് ബോസ്. അതായത് ആ കൺസേണിന് മറുപടി ആയിട്ട് ഇവർ പറയാണ്, ഇനി എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചുതരാം. എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി ഇത് ചെയ്യലാണോ? ഞാൻ കുറേ കുട്ടികൾ അങ്ങനെ ആക്കും, ഞാൻ കുറച്ചും കൂടി വിർജിനിറ്റിയെ പറ്റി പറയുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി ബോഡി കോണിനെ പറ്റി പറയുന്നുണ്ട്. അതാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഈ ആഭാസത്തെ പറ്റി പറഞ്ഞപ്പോൾ, ഞങ്ങൾ ഈ അശ്ലീലത ഇത്തരത്തിൽ എന്താ പറയുക കണ്ടന്റുകളായി അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് വിടുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചാൽ, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ? ഞാൻ ഇനി മാക്സിമം ചെയ്യും, ഇനി മാക്സിമം ആളുകളെ ഇത്തരത്തിൽ കുട്ടികളൊക്കെ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോവാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളോ കുട്ടികൾ അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണോ ഈ ഭീഷണിയുടെ പിന്നിൽ? ഇനി ഭയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ ഇറക്കിയതിന് ശേഷം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത് വേറൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ്. കാരണം പേടില്ലാത്തൊരു മനുഷ്യനാണല്ലോ, ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണല്ലോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബോസ് എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു. അതേപോലെ തന്നെ ബാസിൽക്കന്നെ അതേപോലെ ഇതുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഒരുപാട് അക്കൗണ്ടുകൾ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു. പേടില്ലാത്ത മനുഷ്യനാണ്. പിന്നെ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ചാറ്റുകളുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്നു, പേടിയില്ലാത്ത ഞങ്ങൾ പേടിച്ചിരിക്കുന്ന ഞങ്ങളെ കുറച്ച് ആശ്വസിപ്പിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജുകൾ കാണിച്ചു തരാം. ഒരുപാട് മെസ്സേജുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ അങ്ങോട്ട് റെസ്പോൺസ് കൊടുത്തപ്പോൾ പറഞ്ഞൊരു മെസ്സേജാണ്, എനിക്ക് വിയോജിപ്പുണ്ട്, ദയവ് ചെയ്ത് നിങ്ങളത് ഡിലീറ്റ് ചെയ്യണം. എൻ്റെ പേരും എൻ്റെ വീഡിയോയും കാണിക്കാതെ ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. റീച്ചിന് വേണ്ടിയാണോ എന്നെ കരുവാക്കുന്നത്, അതോ എനിക്ക് ഹെയ്റ്റ് വാങ്ങിത്തരാനാണോ? അതിലെ കമൻസ് എല്ലാം എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അതുകൊണ്ട് അത് റിമൂവ് ചെയ്തേ പറ്റൂ. ഇനിയും ഇങ്ങനെ ഒരുപാട് ചാറ്റുകൾ പോകുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഇവിടെ കാണാം. അത് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിക്കാം. അഥവാ പേടിയില്ലാത്ത, ഒരു നിലക്കും ഭയക്കാത്ത, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അഭിപ്രായം പറയുന്ന ആളാണ്. പേടിച്ച് നിൽക്കുന്ന ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ നീണ്ട ടെക്സ്റ്റൊക്കെ അയക്കുന്നുണ്ട്. ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷയം ചർച്ച ചെയ്യാം. ഇത് ഇങ്ങനൊരു കണ്ടന്റ് സമൂഹത്തിലേക്ക് വിടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ആശയം, അത് ആക്ച്വലി ശരിയാണോ? ഒന്ന് ഈ ആശയപരമായിട്ട് ശരിയാണോ? അല്ലെങ്കിൽ ഈ കണ്ടന്റ് സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതും കുട്ടികളുടെ ഇടയിലേക്കും ഒക്കെയുള്ള വലിയൊരു ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇത് ഇത്തരത്തിൽ പറയുന്നത് ശരിയാണോ? നമുക്ക് ചർച്ച ചെയ്യാം. അതിനി ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടൊക്കെ അത്തരത്തിൽ പലതരത്തിലുള്ള ചർച്ചാ പ്ലാറ്റ്ഫോമുകൾ നമ്മളെ സംബന്ധിച്ച് ചാനലുണ്ട്. ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ചർച്ചക്കൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് വളരെ നീണ്ടൊരു ടെക്സ്റ്റിൽ മെസ്സേജ് അയക്കാണ്. അതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്കും അത് നാട്ടിലത്തെ ഗ്രൂപ്പിലേക്കൊക്കെ അത് വരും. അപ്പോൾ അറിയാം ഈ ഒരു ആശയം എന്ന് പറഞ്ഞാൽ അത് ആളുകളെ സംബന്ധിച്ച് ആളുകൾക്ക് പ്രശ്നമുള്ളൊരു കണ്ടൻ്റായിട്ട് തോന്നുന്ന കാര്യമാണെന്ന് അറിയാം. അല്ലെങ്കിൽ നാട്ടിലെയും കുടുംബത്തിലേക്ക് ആളുകൾക്ക് ഇതൊരു പ്രശ്നമാണല്ലോ, ഇതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതുകൊണ്ട് പല ആളുകളും പല രീതിയിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാമല്ലോ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ന്യായീകരിക്കാനുള്ള ഒരു വകുപ്പ് അതിലുണ്ടല്ലോ എന്ന ആളുകൾ ചിന്തിച്ചേക്കാം എന്നറിയാം. അപ്പോൾ ആളുകൾ അങ്ങനെ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അത്തരത്തിലൊരു വശം അതിനുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ എൻ്റെ വീഡിയോ എന്ത് ചെയ്യാൻ പാടില്ല? റിയാക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യത്തെ, സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യത്തെ എന്ത് ചെയ്തു? അതിനെ ജഡ്ജ് ചെയ്തു, അതിനെ പബ്ലിക്കലി പറഞ്ഞു എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ഒന്ന് കേൾക്കട്ടോ. എന്തിന് ഷാമോന്റെ വീഡിയോ കണ്ടിരുന്ന സമയം കളയണം? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ കൂലി കിട്ടുന്നുണ്ടോ? നിങ്ങൾ കണ്ടോ കാണാതിരിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തിനെന്നെ ജഡ്ജ് ചെയ്യുന്നത്?
വേറൊരു പണിയില്ല ചങ്ങായിമാരെ, നിങ്ങൾക്ക് കാണുകയും ചെയ്യുന്നൊരു കുറ്റം പറയുകയും ചെയ്യും. നമുക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണിത്. അതേപോലെ തന്നെ രണ്ടെന്ന് പറഞ്ഞാൽ കാണുകയും ചെയ്യും കുറ്റം പറയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയില്ലേ, ഭക്ഷണത്തെ പറ്റി പറയില്ലേ, ഭക്ഷണം കഴിക്കുകയും ചെയ്യും, കഴിച്ചിങ്ങനെ ആസ്വദിക്കുകയും ചെയ്യും, ഇങ്ങോട്ട് കുറ്റം പറയുകയും ചെയ്യും. അഥവാ ഒരു ഉപകാരം എടുക്കുന്നൊരു സാധനത്തിന് ഉപകാരം എടുത്തിട്ട് നിങ്ങളെ കുറ്റം പറയാമെന്ന്. ഏത് മുപ്പര വീഡിയോ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ആസ്വദിക്കും വേണം, ഇങ്ങോട്ട് കുറ്റം പറയും വേണം. അങ്ങനെയാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അല്ലാഹ്, ഞാൻ പറഞ്ഞൊരു വിഷയത്തെ എൻ്റെ മാത്രം ഒപ്പീനിയൻ വളച്ചൊടിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റി വലിയ സംഭവമാക്കിയിട്ട് റിയാക്ട് ചെയ്യുന്നൊരു വീഡിയോ ആണത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വിഷയമാണ്. ഇതിൽ ചാറ്റിൽ നേരത്തെ കാണുന്ന ചാറ്റുകളിലും കുറേ തവണ അത് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ പ്രൈവറ്റായിട്ട് കൊടുത്തൊരു എന്താ പറയുക, വന്നൊരു ചോദ്യത്തിന് കൊടുത്ത ഉത്തരം, എൻ്റെ സ്വകാര്യമായിട്ടുള്ളൊരു വിഷയം, ഞാൻ ഒരു പ്രത്യേക ചോദ്യത്തിന് കൊടുത്തൊരു പ്രത്യേക ഉത്തരം, എൻ്റെ പേഴ്സണലായിട്ടുള്ള വിഷയം നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അഥവാ അത് നിങ്ങൾ പബ്ലിക്കലി പറഞ്ഞു, ഒരു വീഡിയോ ഇട്ടുകൊണ്ട് പറഞ്ഞു, ആ വിഹിതത്തെ പറ്റി പറഞ്ഞു, അതേപോലെ തന്നെ ബോഡി കോണിനെ പറ്റി പറഞ്ഞു, ഫിസിക്കൽ റിലേഷനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ പബ്ലിക്കലി പറഞ്ഞ ശേഷം നിങ്ങൾ പറയാണ് ഇതൊക്കെ എൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യമല്ലേ, ഞാൻ ഒരാൾക്ക് കൊടുത്ത ചോദ്യത്തിന് കൊടുത്ത ഉത്തരമല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങളതിനെ ജഡ്ജ് ചെയ്യുന്നത്? എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളോട് ചോദ്യം ചോദിച്ച ആ വ്യക്തിക്ക് പേഴ്സണൽ ചാറ്റിൽ അങ്ങനെ ഒരു ഉത്തരം കൊടുത്തിരുന്നെങ്കിൽ ആരെങ്കിലും ഇവിടെ വീഡിയോ ചെയ്യോ, റിയാക്ട് ചെയ്യോ? നിങ്ങൾ ഇനി എത്ര ബോഡി കൊണ്ട് നിങ്ങൾക്കുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ നിങ്ങളെ വിവാഹ ഫോട്ടോ ഇട്ട് റിയാക്ട് ചെയ്യോ? ഇല്ലല്ലോ. എപ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യാനുള്ള സ്പേസ് എപ്പോഴാണ് വരുന്നത്? എന്തുകൊണ്ടാണ് അതിനുള്ള പ്ലോട്ട് ഉണ്ടാകുന്നത്? ആ പ്ലോട്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് പബ്ലിക്കലി വന്ന് പറയുന്നു. അപ്പം നിങ്ങളുടെ പേഴ്സണൽ വിഷയം എന്നുള്ള കാര്യം മാറുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വകാര്യ വിഷയം മാത്രമല്ല അത്, ആ വീഡിയോകൾ കാണുന്ന ആളുകൾ, ആ വീഡിയോകളിൽ നിന്ന് ആളുകൾ പലതരത്തിലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുന്ന അവസ്ഥ, ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കും അവിടെ അതിനോട് വരുന്ന റെസ്പോൺസുകൾ, റിയാക്ഷനുകൾ. അപ്പോൾ ഞങ്ങളും അങ്ങനെയല്ല, ഞങ്ങളുടെ സ്വകാര്യ വിഷയം, ആ സ്വകാര്യ വിഷയം ചെയ്താൽ നിങ്ങൾ ആരും സ്വാഭാവികമായിട്ടും അറിയണ്ടാവില്ല, അതിലൊരു നിലക്ക് ഇടപെടുണ്ടാവില്ല, അഭിപ്രായങ്ങൾ പറയണ്ടാവില്ല. സ്വകാര്യ വിഷയങ്ങളിൽ നിങ്ങൾക്ക് തീവ്രമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളൊരു അവസ്ഥ, ആ ഒരു സാഹചര്യത്തെ പറ്റി ഞാൻ പുറത്ത് പറയാണ്, പബ്ലിക്കലി പറയാണ്, അത് ഒരുപാട് ആളുകൾ കേൾക്കുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യൂലേ? ഞാൻ അവിടെ എൻ്റെ സ്വകാര്യമായിട്ടുള്ള വിഷയമാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. ഇത് ഏത് വിഷയത്തിലും പറയാം. അവരുടെ സ്വകാര്യമായിട്ടുള്ളൊരു കാര്യം, ആ കാര്യത്തിലെ ഏത് വിയേർഡ് തലങ്ങളും വന്ന് പബ്ലിക്കലി പറയാം, ഇങ്ങോട്ട് പറയാം എൻ്റെ സ്വാതന്ത്ര്യമല്ലേ, എൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യമല്ലേ, അവിടെ ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ല, ആ എക്ഷനിലേക്ക് പോകാൻ പാടില്ല, ഈ എക്ഷനിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കാം. അവിടെ നമ്മൾ ചോദിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളോ വിയേർഡായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു, നിങ്ങളോ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് ഇടപെട്ടിരിക്കുന്നു. ഈ ഇടപെടലുകൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പുറം ലോകത്തേക്ക് അറിയിക്കുന്നു, അത് ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പലതരത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു. അത് നിങ്ങൾ ഇൻഫ്ലുവൻസർ ആണെങ്കിലാണ് ബാക്കിയുള്ളവർ ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്നൊരു ഒരിക്കലും അർത്ഥമില്ല. നമ്മൾ എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മാസ് മീഡിയയിലൂടെ നടത്തിക്കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കഴിഞ്ഞാലും അതിലൂടെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്ന ആളുകൾ, ആ റിസീവ് ചെയ്യുന്ന ആളുകൾ പലതരത്തിൽ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. അഥവാ ഒരു വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തെ ചെറിയ കുട്ടികളൊക്കെ ഈ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ അവർ പോണോഗ്രഫിയിലേക്ക്, അവർ മൊബൈൽ ഫോണിലും ഇൻ്റർനെറ്റിലൊക്കെ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് റൊമാൻറ്റിക്, അതിൻ്റെ കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ഇത്തരത്തിൽ ലൈംഗികത കൂടി ഇടകലർന്ന പല കണ്ടന്റുകളും അവർക്ക് കിട്ടുന്നുണ്ട്. അവർ പല രീതിയിൽ ഇൻസ്പയർഡ് ആകുന്നുണ്ട്. ആ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരിൽ പല ആളുകൾക്കും ഇത്തരത്തിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവും. ആ പ്രായത്തിലുള്ള കുട്ടികൾ നിങ്ങളെപ്പോലത്തുള്ള ആളുകളുടെ വീഡിയോകൾ കണ്ട് അത് നോർമലാണ്, നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് നോർമലാണ്, അത് നിങ്ങളെ വിർജിനിറ്റി നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ 10 അതിലധികം ഒക്കെ ബോഡി കൊണ്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല, ഒരു അഭിമാനമൊക്കെ നമുക്ക് ആ വോയിസിൽ കേൾക്കാനും പറ്റുമോ. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുള്ള കാര്യമില്ല, അത് ചെയ്യുന്നത് വളരെ നോർമലാണ്, ഓക്കെയാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നത് പ്രശ്നമാണ്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇമോഷനിലേക്ക് ബോണ്ടുള്ള രണ്ട് പാർട്ട്നേഴ്സ് ആണെങ്കിൽ പെൺകുട്ടികൾ എസ്പെഷ്യലി കുറച്ചുകൂടി ഡിപ്പഞ്ചർ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ഡിപ്പഞ്ചറൊക്കെ ആയിട്ടുള്ള പെൺകുട്ടികൾ ഇങ്ങനെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പുള്ള അവസ്ഥയിൽ ഈ കണ്ടന്റ് ക്രിയേറ്റർ പോലത്തെ ആളുകളുടെയൊക്കെ വീഡിയോസ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കുട്ടി എന്താ വിചാരിക്കാം, അപ്പോൾ ആ കുട്ടിയോട് ചിലപ്പോൾ ആ മെയിൽ സൈഡിൽ നിന്നുള്ള ആൾ ചിലപ്പോൾ കുറച്ചുകൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടി ഫോഴ്സ് ചെയ്യുന്നുണ്ടാവും. ഈ കുട്ടിക്ക് ചിലപ്പോൾ നോ എന്ന് പറയുന്നുണ്ടാകും. അങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൽസ് ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഓഫ് കണ്ടന്റുകളിലേക്ക് ഇന്റർനെറ്റിൽ എക്സ്പോസ്ഡ് ആകുന്നുണ്ട്, ആ കണ്ടന്റുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയോട്, അതും ചെറിയ ഏജ് ആവാം, വളരെ ചെറിയ ഏജ് ആവാം, പലതരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് അനുഭവിക്കുന്ന അവസ്ഥയാവാം, ഈ അവസ്ഥയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഡിമാൻഡ് ചെയ്യുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ ആ പെൺകുട്ടിക്കൂടെ നോ പറയാനുള്ള സ്കോപ്പ് ഇല്ലാതെയാവാണ്. കാരണം നിങ്ങളെപ്പോലത്തെ ആളുകൾ എന്ത് ചെയ്യാണ്, അത് നോർമലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. നോർമലാണെന്ന് പറയാൻ മാത്രമല്ല, അപ്പോൾ ആ ഡിപ്പെൻഡൻസി കുറച്ച് കൂടിയൊരു കുട്ടിയെ സംബന്ധിച്ച് അവൻ എന്നോട് ചോദിക്കുന്നത് ഞാൻ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഇത് നോർമലായ ഒരു കാര്യമല്ലേ, അപ്പം ഞാനത് ഡിനൈ ചെയ്യുന്നത് മോശമല്ലേ എന്ന തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, കോഗ്നിറ്റീവ് ഡിസൊണൻസുകൾ ഉണ്ടാവുകയും അവരത്തല്ല റിലേഷൻഷിപ്പിലേക്ക് പോകാൻ കാരണമാവുകയും ചെയ്യുന്നതാണ്. ഇത് ഒരുപാട് നാളുടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അഥവാ അവരത്തരത്തിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൂടെ ഗർഭം ധരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായ വാർത്തകൾ കേരളത്തിൽ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് കൺസേൺ ഉണ്ട്.
വളരെ ഗൗരവമായിട്ട് കൺസേൺ ഉണ്ട്. നിങ്ങൾ 2 മില്യണിലധികമാണ് ആ വീഡിയോൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ 25 ലക്ഷം ആളുകൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കേട്ടു, ആ വീഡിയോത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വ്യൂ കേട്ടു. അതേപോലെ തന്നെ ഈ തരത്തിൽ വിവാഹത്തിന് മുമ്പ് വിർജിൻ ആകുന്നതിനെ പറ്റി അല്ലെങ്കിൽ വിർജിൻ ആകാത്തതിനെ പറ്റി, ബോഡി കൊണ്ട് ഒരുപാട് കൂടുന്നതിനെ പറ്റി ഒരുപാട് ആളുകൾ കേട്ടു. ആ വിഷയം സമൂഹത്തിന് ഹാമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ ഈ തരത്തിൽ ഈ ചാനലുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമാണ് അൺമാസ്കിങ് അനോമലികൾ, ഇത്തരത്തിലുള്ള ടോക്സിക് ആശയങ്ങൾ, ആ ആശയങ്ങൾ കണ്ടാൽ ഞങ്ങൾ പ്രതികരിക്കും. അതന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനത്തെ അനോമലികൾ കണ്ടാൽ അത് നിങ്ങൾ പറയുന്നത് നിങ്ങളെ സ്വകാര്യമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയായിരിക്കും. സ്വകാര്യതയുടെ ആ ഒരു ലിമിറ്റ് അവിടെ അവസാനിച്ചു. നിങ്ങളത് പബ്ലിക്കിൽ ഷെയർ ചെയ്യുന്ന മൊമെന്റ് മുതൽ. അങ്ങനെ പബ്ലിക്കിൽ ഷെയർ ചെയ്താൽ പബ്ലിക് സ്വാഭാവികമായിട്ടും പല ആളുകളും ഇൻസ്പിറേഷൻ എടുക്കുന്ന കണ്ടന്റായിട്ട് അത് മാറും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യും. ഇതെന്ത് ലോജിക്കാണ്? നിങ്ങൾ സ്വകാര്യമായിട്ടൊരു വിഷയത്തെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യമാണെന്ന് പറയുന്ന ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ പബ്ലിക്കിൽ എല്ലായിടത്തും പറയുന്നു. നിങ്ങൾ അതിനെപ്പറ്റി ഒരാൾ റിയാക്ട് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പറയുന്നു, ഏയ് അത് ചെയ്യരുത്, അതെൻ്റെ സ്വകാര്യമായിട്ടുള്ള വിഷയമാണ്. നിങ്ങളല്ല 25 ലക്ഷം ആൾക്കാർക്ക് ഇത് പറഞ്ഞത്, 20 ലക്ഷം അതിലധികം ആൾക്കാർക്ക് പറഞ്ഞത്. ആ കേൾക്കുന്ന ആളുകളൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല, റിയാക്ട് ചെയ്യാൻ പാടില്ല. ആരാണിത് പറയുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും അവിടെ ഒപ്പീനിയൻസ് ഉണ്ടാവണം, ഫ്രീഡം ഉണ്ടാവണം, ചോയ്സ് ഉണ്ടാവണം എന്നൊക്കെ ഘോരം പറയുന്ന ആൾക്കാരാണ്. ഇവിടെ നിങ്ങൾ പറയുന്ന ഒരു ഒപ്പീനിയനെതിരെ ആരെങ്കിലും വരുമ്പോഴേക്ക് ഏയ് അത് പറയാൻ പാടില്ല, എൻ്റെ പേഴ്സണൽ കാര്യം, എൻ്റെ മാത്രം കാര്യം, നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല, റിയാക്ട് ചെയ്യാൻ പാടില്ല. ഇത് കേൾക്കുന്ന ആൾ റിയാക്ട് ചെയ്യൂലേ? ഇത് കേൾക്കുന്ന ആൾക്ക് അവരുടെ വേർഷൻ ഉണ്ടാവില്ല, അവരുടെ പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവില്ലേ, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവില്ലേ? നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആളുടെ അടുത്ത് അങ്ങനെയല്ല വിഷയത്തിന്റെ ശരിയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവകാശ റൈറ്റ് ഉണ്ടാവില്ലേ? എന്നെ ഡീഫെയിം ചെയ്യാന്നുള്ള ഇന്റൻഷൻ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് ഇവരെന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്നത് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നു, ഒരുപാട് വർഷങ്ങളായി പണി തുടങ്ങിയിട്ട് ഇപ്പോൾ അക്കൗണ്ട് പൂട്ടിക്കാനാണ് പണി. നിങ്ങൾ ഈ UA ചാനൽ ഒന്ന് എടുത്ത് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. ഈ ചാനലിൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ ആളുകളുടെ കണ്ടന്റുകൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കണ്ടന്റൊക്കെ അതിൽ എവിടെ വരിക? ഒരു കണ്ടന്റാണ് എൻ്റെ ഓർമ്മയുള്ളത്, മേ ബി 1 2 ഉണ്ടെങ്കിലും ഉണ്ടാവും. അത്ര കണ്ടന്റുകൾ മാത്രമേ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. വർഷങ്ങളായി. ഏത് വർഷം? ഞങ്ങൾ എന്താ ഞങ്ങളുടെ വീഡിയോ മുമ്പിട്ടത്? അഥവാ നിങ്ങളല്ല ഞങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ടോക്സിക് ആശയങ്ങളില്ലേ, അത് ഒരുപക്ഷെ നിങ്ങളുടെ വീഡിയോയിൽ കുറേ ഉണ്ടാവും കേട്ടോ. നിങ്ങളെ വീഡിയോ സ്ഥിരമായിട്ട് കാണാത്ത ആളുകളായതുകൊണ്ടായിരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇനി റിയാക്ട് ചെയ്യാം. ഇത് ഇഷ്ടംപോലെ നല്ല രീതിയിൽ ടോക്സിസിറ്റി പീക്കിൽ പറയുന്ന കുറേ ആളുകളുണ്ട്. ആ പല ആളുകളും നമ്മൾ പല രീതിയിൽ റിയാക്ട് ചെയ്യാറുണ്ട്. നിങ്ങളത് ഏതോ ചെറിയ സ്ഥലത്ത് വരുന്ന ഒരാളാണ് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ ചാനൽ കാണുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു കോമഡി ആയിട്ട് മനസ്സിലാവും. അത്തരത്തിൽ ഇത്രയും കാലം ചെയ്ത വീഡിയോകളിലൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, അതാണ് ധാർമ്മികമായിട്ടുള്ള ശരി, അതാണ് സമൂഹത്തിന് നല്ലത്. അവിടെ ഈ റിയാക്ഷൻ വീഡിയോയിൽ മതം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ വിഷയത്തെ റെസ്പോണ്ട് ചെയ്തപ്പോൾ ഞങ്ങൾ മതം എന്നുള്ളതല്ല ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളത്, സമൂഹത്തിന് നന്മ എന്നുള്ള കാര്യമാണ്. സമൂഹത്തിന് നന്മയുള്ള കാര്യമായിരിക്കും മതം പറയുന്നുണ്ടാവുക. പക്ഷേ സമൂഹത്തിന് നന്മ എന്ന് പറയുന്ന സിമ്പിൾ ലോജിക്കിൽ നിന്ന് ആലോചിക്കുമ്പോൾ തന്നെ താങ്കൾ പറയുന്ന ആശയങ്ങൾ ടോക്സിക്കാണ്. അത് സമൂഹത്തിൻ്റെ നന്മയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞ എല്ലാ റിയാക്ഷൻസും, ഞങ്ങളുടെ എല്ലാ വീഡിയോകളും സമൂഹത്തിൻ്റെ നന്മക്കുള്ള കാര്യങ്ങളെ അതിൽ പറയുന്നുള്ളൂ. അത് ഞങ്ങൾ എന്നും ഉറച്ചു നോക്കുകയും ചെയ്യുന്നു. അത് ഒരു നിലക്കും അത് പിൻവലിക്കാനൊന്നും സ്വാഭാവികമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതാണ് താങ്കൾ ആ ചാറ്റുകൾ പറയുന്നതിനിടയിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ്, താങ്കൾ പിൻവലിക്കുമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പിൻവലിക്കണമെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളും പിൻവലിക്കും. ഏത് പിൻവലിക്കണം? നിങ്ങൾ പറഞ്ഞ ടോക്സിക് ആയിട്ടുള്ള ആശയം പിൻവലിക്കണം. നിങ്ങൾ പറഞ്ഞ അനോമലി, നിങ്ങൾ പറഞ്ഞ വൈകൃതം, നിങ്ങൾ പറഞ്ഞ സമൂഹത്തിന് അപകടം ഉണ്ടാകുന്നൊരു കാര്യം, അത് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വീഡിയോ പിൻവലിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. അഥവാ ഞങ്ങളൊരു പ്രശ്നത്തോട് റെസ്പോണ്ട് ചെയ്തു, ആ പ്രശ്നം നിങ്ങൾ ഇപ്പോഴും പിൻവലിക്കാൻ തയ്യാറല്ല, തിരുത്താൻ തയ്യാറല്ല, ആ പ്രശ്നത്തിനുള്ള റെസ്പോൺസ് മാത്രം പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ അത് ലോജിക്കില്ലല്ലോ. പിന്നെ കേസ് കൊടുക്കാൻ പോകാമെന്നൊക്കെ കേട്ടു. ഒരു കണ്ടന്റിനുള്ള റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മലയാളത്തിൽ മാത്രം 100 കണക്കിന് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ വീഡിയോ അതിനെതിരെ കേസ് കൊടുക്കണം. ഓക്കെ, കേസ് കൊടുക്കും, മുന്നോട്ട് പോകും. അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ കാര്യം കൃത്യമാണ്, നമുക്കറിയാം. ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം അത് ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഇനിയും പറയുകയാണെങ്കിൽ, ടോക്സിക് ആയിട്ടുള്ള വൈകൃതമായിട്ടുള്ള സമൂഹത്തിന് അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അത്തരത്തിൽ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇനിയും അത് റിയാക്ട് ചെയ്യും. ഇനിയും അത്തരത്തിലുള്ള റെസ്പോൺസ് ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.